റോമർ 8:34. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശു മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റു. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി പക്ഷവാദം ചെയ്യുന്നു. നാം ഒരു കേസിൽപ്പെട്ടാൽ നമുക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുവാൻ ഒരു വക്കീലിനെ ആക്കും നമ്മൾ. കേസ് ജയിക്കുമെന്നൊക്കെ നമ്മുടെ വക്കീൽ പറഞ്ഞാലും ആർക്കും അതിനൊരു ഉറപ്പ് തരാൻ സാധ്യമല്ല. ധനനഷ്ടം, ഭയം, ശിക്ഷ ഒക്കെ ആയിരിക്കും ആ പ്രോസസ്സിൽ നാം അനുഭവിക്കുന്നത്. എന്നാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ, ആ പുത്രൻ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിധി മാറുകയാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുന്നു, സന്തോഷവും സമാധാനവും ലഭിക്കുന്നു, ജീവിതം അർത്ഥപൂർണമാകുന്നു. എന്നാൽ വെളിപ്പാട് 12:10 നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെന്ന് പിശാചിനെ പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുമ്പോൾ പിശാച് സദാ നമ്മെ കുറ്റപ്പെടുത്തുകയും നമ്മെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നാം പ്രാർത്ഥിക്കുന്നവരാകണമോ, പക്ഷവാദം ചെയ്യുന്നവരാകണമോ, അതോ പിശാചിനോട് ചേർന്ന് നിന്ന് അപവാദി ആകണമോ? തീരുമാനം നമ്മുടേതാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. നാം പക്ഷവാദം ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. യോഹന്നാൻ 14:6 യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നുവെന്ന്. യേശു സത്യമാണ്, സത്യത്തിൻ്റെ മാർഗമാണ്, ജീവനാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ സാഹസവും വഞ്ചനയും ഒന്നും ഇല്ലായിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പിശാചിൽ സത്യമില്ല, സത്യത്തിൽ നിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുന്നു, ഭോഷ്കിൻ്റെ പിതാവാണ് എന്നതൊക്കെ യോഹന്നാൻ 8:44 പറഞ്ഞിരിക്കുന്നു. അവൻ ദൈവമക്കളെ സ്വാധീനിച്ച് ഭോഷ്ക് പറയുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്നു. നമ്മുടെ രക്ഷാനായകൻ്റെ പാതയെ പിന്തുടർന്ന് നമുക്ക് പക്ഷവാദം ചെയ്യുന്നവരാകാം, അപവാദി ആകാതിരിക്കാം, സത്യത്തിൽ ജീവിക്കുന്നവരാകാം, ഭോഷ്കിനെ അകന്നു മാറാം. അതിനുള്ള കൃപയ്ക്കായി, തത്സമയം കൃപ ലഭിക്കുവാനായി നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് ഓടിച്ചെല്ലാം. അനുഗ്രഹിച്ചല്ലാതെ നമ്മെ ദൈവം മടക്കി അയക്കുകയില്ല. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, പുത്രൻ്റെ പാതയിൽ സദാ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗഡ് ബ്ലെസ് us all.